അധികാരത്തിന് വേണ്ടി സ്ഥാനം ഏറ്റെടുക്കരുത്, നിങ്ങളെല്ലാം സേവന്മാരായി മാറണം എന്ന് ഞാൻ പ്രതീക്ഷിക്കാറുണ്ട്. എപ്പോഴെങ്കിലും തങ്ങൾ ഈ രാഷ്ട്രീയത്തിൻ്റെ കുത്തൊഴുക്കിനിടയിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള, തങ്ങളുടെ മനസ്സിന് പ്രിയങ്കരമായിട്ടുള്ള ഈ പറഞ്ഞ ഈ പഠന സാംസ്കാരിക മേഖലകൾ മിസ് ചെയ്യുന്നുണ്ടോ തങ്ങൾ? അതെ. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായും പല നിലക്കുള്ള പിരിമുറുക്കങ്ങളും രാഷ്ട്രീയത്തിൽ ഉണ്ടായി. കാരണം രാഷ്ട്രീയത്തിൽ പല ആളുകളും പല നിലക്കുള്ള ചിന്തിക്കുന്നത്, പല ആളുകൾക്കും ഉന്നതമായ സ്ഥാനം വേണം, പല ആളുകൾക്കും ഉന്നതമായ സ്ഥാനം വഹിക്കുന്നത് കണ്ടുകൂടാ. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സാഹചര്യങ്ങൾ രാഷ്ട്രീയത്തിൽ കാണാൻ സാധിച്ചു. അപ്പോൾ എന്തെങ്കിലും സ്ഥാനം വേണ്ട എന്ന് തോന്നുന്ന ആളുകൾ വളരെ കുറവാണ്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. മുമ്പ് ഒരു MLA സ്ഥാനം കൊടുക്കുവാനോ ഒരു MP സ്ഥാനം കൊടുക്കുവാനോ ആളെ തിരഞ്ഞെടുക്കാൻ അന്ന് ആരെയും അധികം കിട്ടുന്നതല്ല. ഞാൻ അതില്ല, എന്നെ അതിൽ ഒഴിവാക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് നേതാക്കൾ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോഴത് മാറിയിട്ടുണ്ട്. എല്ലാവർക്കും നേതാക്കളാവണം, എല്ലാവർക്കും MLA മാരാവണം, MP മാരാകണമെന്നുള്ള ഒരു ചിന്ത ഉണ്ടായപ്പോൾ ആ നിലക്കുള്ള ചില പ്രശ്നമുണ്ടാകും. ഏതായാലും നമ്മുടെ നേതാക്കളുടെ സഹായത്തോടുകൂടി അവർ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അതെല്ലാം പരിഹാരം കാണുക ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ അധികാരത്തോടുള്ള ഒരു ആർത്തി സ്വന്തം പാർട്ടിയിൽ ഇങ്ങനെ കാണുമ്പോൾ താങ്കൾ അവരെ വിളിച്ച് ഉപദേശിക്കാറുണ്ടോ? ഈ MLA ആകണം, മന്ത്രിയാകണം, MP ആകണമെന്നല്ലാതെ അപ്പുറത്തൊരു സാമൂഹ്യ സേവനത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും ഒരു ബാധ്യത ഉണ്ട് എന്നിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ടോ? ഇത് രാഷ്ട്രീയത്തിൽ, മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും. അല്ല, ഒരുപക്ഷെ ലീഗിൻ്റെ ഒരു പരിപ്രേക്ഷ്യം എടുത്തു കഴിഞ്ഞാൽ ലീഗ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള പ്രവണത പറയാറുണ്ട്. നിങ്ങൾ അധികാരത്തിന് വേണ്ടി സ്ഥാനം ഏറ്റെടുക്കരുത്, നിങ്ങളെല്ലാം സേവന്മാരായി മാറണം എന്ന് ഞാൻ പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷേ ഈ ഉപദേശം പലരും കേൾക്കാറില്ല അല്ലേ തങ്ങളെ? അത് ക്രമേണ കൂടി വരും. ഈ അധികാരത്തോടുള്ള മോഹം കൂടി വരികയാണ് ചെയ്യുന്നത്. അതെ.